ഡിഫൻസ് ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. ഇത് അൽഫാഷ്, ഇത് നീതു, ഇത് ആകാശ്, നീങ്ക, ആസിഫ്. ഞങ്ങൾ എറണാകുളത്ത് ഒരു ടീമുണ്ട് സ്കേറ്റിംഗ്, കണ്ടോ വീലൊക്കെ ഉണ്ട്. ഇദ്ദേഹമാണ് നമ്മുടെ ട്രെയിനർ. എല്ലാ ശനിയും ഞായറും ഡെക്കാത്തലോണിൽ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ട്. രാവിലെയും ഉണ്ട് വൈകുന്നേരം ഉണ്ട്. 1000 രൂപയാണ് ക്ലാസ്. അത് വന്നു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള അനുഭവമാണ്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി നമ്മളുടെ ഇവിടെ എവിടെയാണ് ഐലൻഡ്, യെസ് ഐലൻഡിലാണ് നിൽക്കുന്നത്. കണ്ടോ ഇതൊക്കെ മൊത്തം ഇവരുടെ പണി, ആയുധങ്ങളാണ് രാജാവേ, ഇതെല്ലാം ഇവരുടെ പണി. ഇതേ അതൊപ്പം തന്നെ നമുക്കിതാ GoPro Hero 7 പുതിയൊരു ക്യാമറയാണ്. ഈ ഒരു ഇതിൽ തന്നെ ഇതിൻ്റെ ചില സ്ലോ മോഷൻ വിഷ്വലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാമറ റിവ്യൂ ചെയ്യാനായിട്ട് തന്നത് നമ്മുടെ വീട്ടേഴ്സാണ്. വീട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. 12 MB മെഗാപിക്സൽ ഷൂട്ട് ചെയ്യാം, 4K ഷൂട്ട് ചെയ്യാം, HD ഷൂട്ട് ചെയ്യാം. ഈ 4K തന്നെ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ HD 240 ഫ്രെയിം പെർ സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. വെള്ളത്തിനടിയിലൊക്കെ വിഷ്വലുണ്ട്, അടിപൊളി സാധനം ഇത്. നമ്മളിപ്പോൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോഴല്ലേ ഇതിട്ടിട്ട് യശോധേ നമ്മൾ ഒറ്റ ചാടിക്കുന്ന അടിപൊളി വിഷ്വലാണ്. അതായത് വളരെ വളരെ സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയൊരു ക്യാമറയാണ് GoPro Hero Black. നോക്കി വെറും പഠിക്കാൻ നമുക്കൊന്നാലും സ്കൂബ ഡൈവിങ്ങിന് എന്തായാലും ഞങ്ങൾ അടുത്ത സ്കൂബ ഡൈവിങ് ഇനി മൊത്തം സാഹസികമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഒളിച്ചു കിടക്കുന്ന പരിപാടിയൊക്കെ നിർത്തി ഇനി മൊത്തം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത 33 ഫീറ്റ് നമുക്ക് വെള്ളത്തിൽ ഷൂട്ട് ചെയ്യാം. അതൊരു 10 മീറ്റർ വരെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീച്ച്, വോയിസ് റെക്കഗ്നേഷൻ ഉണ്ട്. then അതേപോലെ തന്നെ അൾട്രാ സ്ലോ മോഷൻ. എന്തായാലും ഇന്ന് ഈ വീഡിയോസൊക്കെ നമ്മൾ ഈ ഒരു GoPro 7 ഷൂട്ട് ചെയ്യുന്നത്. ദെൻ ഐപാഡിലേക്കും എന്താ പറയുക ഐഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് വിഷ്വലൊക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. GoProനെ കുറിച്ച് അറിയാലോ, നിങ്ങൾ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ 2 പർപ്പസാണ്. ഒന്ന് സ്കേറ്റിംഗ് ചെയ്യുക, അതേപോലെ തന്നെ GoPro 7 GoPro Hero 7 ബ്ലാക്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. 4K HD നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് GoPro Hero 7 എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ സ്മൂത്താണ്. നോർമലി അറിയാമല്ലോ, ഇപ്പോൾ വീഡിയോ വ്ളോഗിങ് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയായിട്ട് നടക്കുമ്പോൾ ഒരു ജെർക്കിങ് ഫീൽ ചെയ്യും. പക്ഷേ ഇത് ഹൈപ്പർ സ്മൂത്ത് ആയത് കാരണം അടിപൊളി വിഷ്വലാണ്. എന്തായാലും നമ്മുടെ ടൂൾസൊക്കെ നമുക്ക് ഇട്ടേക്കാം അല്ലേ? എന്തായാലും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തേക്കാം. കഴിഞ്ഞ 7 ക്ലാസ്സായി ഞാൻ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യ സമയത്തൊക്കെ ഈ സാധനം പഠിക്കുമ്പോൾ എന്താ പറയുക കയ്യിലൊക്കെ ഭയങ്കര പ്രശ്നവും വേദനയൊക്കെ ഉണ്ട്. പക്ഷേ പിന്നീട് പഠിച്ചു വന്നപ്പോഴാണ് മധുസാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട് പുതിയ സ്കില്ല് പഠിക്കുന്നതിനെ കുറിച്ചാണ്. മധുസാർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇന്ന് മധുസാർ സത്യം പറഞ്ഞാൽ വന്നിട്ടില്ല അല്ലേ? ഇന്ന് മധുസാർ എല്ലാ ഞായറാഴ്ച ഞങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ എന്താണെന്ന് അറിയാം, പുതിയൊരു ആവേശമാണ്. കാരണം നിങ്ങൾ സജീവ് നായർ എന്ന് പറഞ്ഞൊരാളുണ്ട് യൂട്യൂബിൽ, ശ്രദ്ധിച്ചറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ റൈസപ്പ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. റൈസപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധനം പേടിയോടെ കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും പേടിയാണ്, ഞാൻ ഓടിയാൽ വീഴും, ഞാൻ നിന്നാൽ വീഴും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈ പരിപാടിയൊന്നും നടക്കില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേടി, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ എന്താ പറയുക വല്ല അവിടെയൊക്കെ വീഴും എന്നുള്ള പേടി പൂർണ്ണമായിട്ടും അതായത് എൻ്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കിയത് ഈ മൂപ്പരുടെ പരിപാടിയാണ്. സജീവ് സാറിൻ്റെ റൈസപ്പ് എന്നുള്ള പരിപാടി നവംബർ മാസത്തിൽ എന്തോ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടി. യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും. എപ്പോഴും പുതിയ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വീഡിയോസൊക്കെ സാറ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി 8 വീലുണ്ട്. നിങ്ങൾക്ക് എത്ര വീലാ? ആശാന് 3 വീല്, എനിക്ക് 8 വീല്, നീതുവിന് 8 വീല്. എല്ലാ ആളുകളും ഓടാൻ വേണ്ടി തയ്യാറായിരിക്കണം. GoProയിൽ വിഷ്വൽ നമ്മൾ സ്ലോ മോഷനിലൊക്കെ എന്തായാലും കാണിക്കുന്നതാണ്. ഓക്കെ, ആദ്യ സമയങ്ങളിലൊക്കെ ഇത് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക ഒരുപാട് തവണ വീണു. പക്ഷേ വീണാലൊന്നും നമ്മൾ ഈ പരിപാടി നിർത്തില്ല, കാരണം ഒരു നല്ലൊരു എക്സർസൈസാണ്. എന്തായാലും ഇപ്പോൾ നിങ്ങൾ കാണുന്ന GoPro വിഷ്വൽ അല്ല, GoProയിൽ എന്തായാലും നമുക്ക് സ്ലോ മോഷനൊക്കെ എടുക്കാം. ആദ്യം എന്തായാലും നോടാല്ലേ, നമുക്ക് നോടിയാലോ? കമോൺ, യെസ്.
Yes. Yeah. Hey. Yeah. വാ. അച്ചു. Yay! And back. And back. Exercise. Oh. Oh. ആദ്യത്തെ ഓട്ടം കണ്ടു. ഇനി സോറി ചുമ. ഇനി നമ്മൾ ഗോപ്രോ ഹീറോ 7 ബ്ലാക്ക് ഫിക്സ് ചെയ്തുകൊണ്ട് കുറേ സ്ലോ മോഷൻ എഫക്ട്സ് ഒക്കെയാണ്. ആദ്യം തന്നെ നമ്മുടെ ഹെൽമെറ്റിൽ, അതായത് നമ്മുടെ അൽഫാഷിൻ്റെ ഹെൽമെറ്റിൽ തന്നെ നമുക്കിത് ഫിക്സ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ക്യാമറ ഈ അതായത് ആക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ക്യാമറയാണിത്. കണ്ടോ, ഹെൽമെറ്റ് മൗണ്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഈ ക്യാമറ ഇവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് നമുക്ക് ഇതിവിടെ ഫിക്സ് ചെയ്തിട്ട് വേണം മോഡാൻ. എന്തായാലും അതൊന്ന് ഫിക്സ് ചെയ്തേക്കാം. ഒന്ന് പിടിക്കൂ. ഓക്കെ, ഫൈൻ. ഇത് ഇവിടെ ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു 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 സ്റ്റിക്കറാണ് ഈ കാണുന്നത്. നമ്മുടെ ഹെൽമെറ്റിൽ ഈ സാധനം മൗണ്ട് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഗോപ്രോ ക്യാമറ ഗോപ്രോ ക്യാമറ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഗോപ്രോയുടെ ഒരു റബ്ബർ. ഈ റബ്ബർ റിലീസ് ചെയ്തതിന് ശേഷമാണ് ഇതിന്ന് ഡിറ്റാച്ച്. നോർമലി പല ആൾക്കാർ വാങ്ങിച്ചാൽ ഇങ്ങനെയൊക്കെ നിൽക്കാനൊക്കെ ശ്രമിക്കും. അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ റിലീസ് ചെയ്തതിന് ശേഷം ഒരൊറ്റ പുഷ്. കണ്ടോ, റിലീസ് ചെയ്യുക, പുഷ് ചെയ്യുക. അതാണ്. അല്ല നോർമലി സാധാരണ കേസിൽ ഈ ഒരു റബ്ബറോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് വരില്ല. ഹെൽമെറ്റിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്തും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ദെൻ അതിനുശേഷം ഈ ഒരു റബ്ബർ. പെർഫെക്റ്റ് കേട്ടോ, ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ പൊസിഷൻ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കാര്യം ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫിക്സ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒന്ന് ടൈറ്റ് ചെയ്തു. ദെൻ റൈറ്റ്. സോ ഇപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കേട്ടോ പെർഫെക്റ്റ്, അടിപൊളി, യാ ഗ്രേറ്റ്. എന്തായാലും നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഹൈപ്പർ സ്മൂത്താണ്. കാര്യം നമ്മളിങ്ങനെ സ്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഷെയ്ക്കിംഗ് ഒന്നും ഉണ്ടാകില്ലെന്നാണ്. സാധാരണ കേസിൽ ഇങ്ങനത്തെ ക്യാമറകളിൽ ഷെയ്ക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതിൽ ജസ്റ്റ് ഫിക്സ് ചെയ്യാൻ മാത്രം മതി. സ്റ്റെബിലൈസേഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കിയാലോ. യെസ്, കമോൺ. എന്താണ് നമ്മുടെ ആശാന്റെ തലേ തന്നെ നോക്കാം. വാ, വാ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് ഹർത്താലായത് കാരണം എന്താ പറയുക, ഞങ്ങളുടെ സ്കേറ്റിംഗ് ക്ലബിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് സ്കേറ്റിംഗ് പഠിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾ അതെ നമ്മുടെ ബോസിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ഇടുകയും ചെയ്യുന്നുണ്ട്. ശനിയും ഞായറും ഡെക്കാത്തിലുണ്ട്, പിന്നെ തിങ്കളും ചൊവ്വയും ഡെക്കാത്തിലുണ്ട്. കുട്ടികൾക്ക് പഠിക്കാം. എറണാകുളത്താണ്, വേറെ ഒരു സ്ഥലത്തും ഇപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗ്രാജുവലി കേരളത്തിലെ എല്ലാത്തിലേക്കും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഗോപ്രോ ഹീറോ 7ൻ്റെ വിഷ്വൽസ് കണ്ട് അടിപൊളി സാധനമാണ്. നല്ലൊരു ആക്ഷൻ ക്യാമറയാണ്. പക്ഷേ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും അഡ്വഞ്ചർ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ക്യാമറ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ അണ്ടർ വാട്ടർ ഉണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിലൂടെ ഇതിൻ്റെ വാട്ടർ ടെസ്റ്റ് നടത്താവുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണം. എങ്കിലാണ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. എന്തായാലും താങ്ക്സ്.